പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹെയർ ഡൈ ആണ്. മുടി ഇപ്പോൾ മഴക്കാലത്ത് എങ്ങനെയാണ് ഡൈ ചെയ്യുന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ നെല്ലിക്ക വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുക്കാം. അല്ലെങ്കിൽ ഇത് കണ്ടോ, നെല്ലിക്ക നമ്മളിപ്പോൾ നെല്ലിക്ക മേടിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് കറുത്ത് പോവില്ല. പിന്നെ നെല്ലിക്ക ഈ മഴക്കാലത്ത് രോഗപ്രതിരോധ ശേഷി കിട്ടാനായിട്ട് നെല്ലിക്ക ഇട്ടാൽ ചമ്മന്തി മിക്ക ദിവസം കഴിക്കണമെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നെല്ലിക്ക ചമ്മന്തിയാണത്. ചമ്മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നാളികേരം ഉണ്ട്, ഇഞ്ചി ഉണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട്, പിന്നെ നെല്ലിക്ക ഉണ്ട്, ഉള്ളി ഉണ്ട്, കറിവേപ്പില മാത്രമില്ല കേട്ടോ, ഉപ്പുണ്ട്, എല്ലാം കൂടി ഇട്ട് ഒരു ചമ്മന്തി. അപ്പോൾ നമ്മൾ മിക്ക ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ചേർക്കേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ നീലമരി ഇട്ട് കൊടുക്കാം. എല്ലാം ഒരേ അളവിലിട്ട് കൊടുക്കാം. ഇതുപോലെ 1 ടീസ്പൂണോളം മൈലാഞ്ചിപ്പൊടി മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെല്ലിക്കപ്പൊടി. ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതാ ചായല. 1 ടീസ്പൂൺ ചായലിട്ട വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ തുളസിയുടെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബീറ്റ്റൂട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് ലേശം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ചായല വെള്ളം. ഇത് ഒന്നിങ്ങ രാത്രി കലക്കി വയ്ക്കുക, അല്ലെങ്കിൽ രാത്രി കലക്കി വെച്ച് രാവിലെ തേക്കാം, അല്ലെങ്കിൽ രാവിലെ കലക്കി വെച്ച് വൈകുന്നേരം തേക്കാം. അപ്പോഴൊക്കെയാണ് കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നല്ലോണം മിക്സാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഈ ചായയെല്ലാം ചെറിയ ചൂട്ടോടുകൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ തണുത്ത ചായയിലെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ തേച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല. പിന്നെ ഒറ്റ തവണ തേക്കാതെ ആഴ്ചയിൽ 2 വട്ടം അടുപ്പിച്ചൊരു 3 ദിവസം അടുപ്പിച്ച് തേക്കുക. അതിനുശേഷം ആഴ്ചയിൽ 2 വട്ടം, പിന്നെ ആഴ്ചയിൽ 1 വട്ടം അങ്ങനെ തേക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ ഇനി ഇത് ഉടായ്പാണെന്ന് പറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് 10 രൂപ 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കെമിക്കലായിട്ടുള്ള ഡൈ കിട്ടും. അത് തേച്ചാൽ മതി. അപ്പോൾ കുഴപ്പമില്ല. അല്ല, ഇതിങ്ങനെ നമ്മൾ ഒലിച്ചു പോവാതെ ഇങ്ങനെ മിക്സാക്കി വെക്കുക. ഇപ്പം നമ്മൾ എത്രയാണ് മുടി എടുക്കണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് ഇതിലേക്കുള്ളത് ചേർക്കാം കേട്ടോ. ഇതുപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ബ്രഷ് കൊണ്ട് തന്നെ ചെയ്തിട്ട് കാര്യമില്ല. ചീർപ്പ് കൊണ്ട് ഒന്ന് ഈരി കൊടുക്കണം. ഒത്തിരി അകലം ഉള്ള ചീർപ്പ് എടുത്തിട്ട് ഒന്ന് ഈരി കൊടുത്താലാണ് എല്ലാ മുടിയിഴകളിലും അത് വൃത്തിയായിട്ട് വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് വെറുതെ ഇതുകൊണ്ട് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് കണ്ട് അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പം അത് ചെയ്യാം വേണം. ഇപ്പം 3 കൂടി ഇതുപോലെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ നെല്ലിക്ക മാത്രമാണ് അല്ലെങ്കിൽ മൈലാഞ്ചി മാത്രം ഇട്ടാലും ഇതുപോലെ രാത്രി ഉണ്ടാക്കി വെച്ച് രാവിലെ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ച് വൈകുന്നേരം ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. മുടി അത്യാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താലാണ് മുടിക്ക് കളറൊക്കെ കിട്ടുള്ളൂ. അല്ലാണ്ട് ഒറ്റ തവണ ചെയ്തിട്ട് ഉടായിപ്പാണെന്ന് പറഞ്ഞിട്ട് വരുന്നവർക്ക് കെമിക്കൽ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം നമുക്ക് നെല്ലിക്ക ചമ്മന്തി കാണാം. അപ്പം ഞാനൊരു 4:30 എണിക്കും കേട്ടോ. ഇപ്പോൾ ഇതാ ബീറ്റ്റൂട്ടും മുരിങ്ങയുടെ ഇലയും കൂടിയിട്ട് കുറച്ച് മുരിങ്ങയുടെ ഇലയും ബീറ്റ്റൂട്ടും കൂടി തോരൻ വെച്ചാണത്. പിന്നെ ഇത് നമ്മുടെ നെല്ലിക്കിട്ട ചമ്മന്തി, പിന്നെ മുട്ട ഞാൻ പുഴുങ്ങിയിട്ട് മസാല ഇടും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പ്, ഇത്തിരി ചിക്കൻ മസാല, വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്തതാണ്. ഇപ്പം 3 വിഭവം ഉണ്ട് കേട്ടോ. ശരിക്കും 2 വിഭവം ഉണ്ടാവാറുള്ളൂ, 2 കറികളൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പം പിന്നെ മുരിങ്ങയുടെ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ കർക്കിടക മാസമാകുമ്പോൾ നമുക്ക് മുരിങ്ങയുടെ ഇല കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം തന്നെ മിക്ക ദിവസം ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ഉണ്ടാക്കുക. ഇതുപോലെ മിക്ക കറികളൊക്കെ ഇത്തിരി മുരിങ്ങയുടെ ഇല ഇടാം. മുട്ട പൊരിക്കുമ്പോൾ മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടും. കണ്ടോ,
അപ്പോൾ അവർക്ക് ഒരാൾ ജോലിക്ക് പോകണം, ഒരാൾ പഠിക്കാൻ പോകണം. പിന്നെ അവരുടെ അച്ഛനാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് ഞാൻ പറയാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.